നേരെ ഗെയിം പ്ലേയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, നമ്മുടെ ഗെയിം സ്റ്റാർട്ടായി. തുടക്കത്തിന്റെ ഏതോ ഒരു അമ്മച്ചി മലമുകളില്, പിന്നെ നേപ്പാളിൽ മൊത്തം കുന്നും മലയൊക്കെ അല്ലേ ഗൈസ്, ഈ മലയൊക്കെ ഏതോ ഒരു മലമുകളിൽ ഇരുന്ന് പുറത്തേട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ്, എടാ ഇതൊരു സിംഗിൾ ഡെവലപ്പർ ഉണ്ടാക്കിയേക്കുന്ന ഒരു ഗെയിം ആട്ടോ ഇത്. റീച്ച് ദി വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഗൈസ് ഈ ഒരു ലേഡി ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോണത്. ഗൈസ് സ്കൂളിലെ ഓപ്പൺ വേൾഡ് നോക്കിയടാ, നമ്മുടെ ഏകദേശം ഫാർ ക്രൈ 4 പോലെ തോന്നുന്നുണ്ട് അല്ലേ ഗൈസ്? അതെ ഫാർ ക്രൈ 4 പോലെ തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് താഴെ മൊത്തം തട്ടായിട്ടുള്ള കൃഷി രീതികളാണെന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ, എന്താണ് അതുപോലത്തെ കൃഷിക്ക് പറയണ പേരെന്താണ്, എന്തോ പേര് പറയണ്ടാവും. തട്ടായിട്ട് ഇങ്ങനെ മലമുകളിൽ കൃഷിയൊക്കെ ചെയ്യണില്ലടാ, അത് ഗൈസ് ഈ ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോണത്. ഗൈസ് കൊള്ളാം, അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് കേട്ടാ. നമ്മുടെ നേരെ ഒരു വണ്ടിയുടെ അവിടെ വരെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. റീച്ച് ദി വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഡ്രൈവ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാനിപ്പോ എന്തായാലും സ്റ്റോറി മോഡാണ് ഗൈസ് എടുത്തേക്കണത്. ഗെയിം സ്റ്റക്ക്, റെക്കോർഡിംഗിൽ ഗെയിം സ്റ്റക്ക് ആവുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടാ. എന്തായാലും ഇവിടെയൊക്കെ ഞാൻ വന്നു നോക്കട്ടെ, ഇവിടെ എന്തെങ്കിലും സംഗതികൾ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഓ ഇത് കയറി എടുത്ത്, ഓ അമ്മച്ച് കൊള്ളാം ഗൈസ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, GTA 6 ഉണ്ടല്ലോടാ, ഈ കൊല്ലം നവംബർ 19 റിലീസ് ആകാൻ പോണത്. GTA 6 വേണ്ടി ആരൊക്കെയാണ് ഗൈസ് എക്സൈറ്റഡ് ആയിട്ടുള്ളത്? ഡു കമന്റ്. GTA 6 ഉണ്ടല്ലോ ഒരു പ്രൊട്ടാഗണിസ്റ്റ്, ഒരു ലേഡിയാണ് ഗൈസ്. ലേഡി ഉണ്ട്, ഒരു മറ്റേ ജെയ്സനും ഉണ്ട്, ലൂസിയും ഉണ്ട്, 2 പേരുണ്ട് ഗൈസ്. ഓ നമ്മുടെ വീടാണ് ഇത്. ഇതെന്താണ് വീടിന്റെ അകത്ത് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്, വെറും എംറ്റി ആണ്. അല്ല കട്ടിലൊക്കെ ഉണ്ട് കേട്ടാ.